സുഹൃത്തുക്കളെ, ഇതാണ് ഗുലേഡഗുഡ വാട്ടർഫാൾസ്. ഗുലേഡഗുഡ വാട്ടർഫാൾസ് ഇത് നെറ്റിൽ കണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന് അവസാനം ഒരു 2 കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിലേക്ക് നടന്നാണ് ഇവിടെ എത്തിയത്. എനിക്ക് തോന്നുന്നത് ഈ 2 കിലോമീറ്ററിൽ ഞാൻ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഇപ്പം 2 കിലോമീറ്റർ ചുറ്റളവ് ഇത് ഫുള്ള് ഫോറസ്റ്റാണ്. ഇവിടെ വന്നപ്പോൾ ഇത് ചൂട് സമയമായതുകൊണ്ട് ഇത് ഫുള്ള് മേളിൽ നിന്ന് വെള്ളം താഴെ വീണിട്ട് ഞാണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണങ്ങി, ഈ മരങ്ങളെല്ലാം ഉണങ്ങി, ചെറിയ ചെറിയ പച്ചപ്പുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപക്ഷെ ഇത് മഴക്കാലമാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, പേടിയാവും. അത്രയ്ക്ക് നല്ല ഇടതൂർന്ന് ഈ ചെടികളൊക്കെ നിൽക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കിവിടെ വരാൻ വലിയ പേടിയായിരിക്കും. ഇതിപ്പം ഫെബ്രുവരി ആയതേ ഉള്ളൂ. ഗുലേഡഗുഡ വാട്ടർഫാൾസാണ്. ഇതിൻ്റെ മേൽവശം ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഏരിയ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഈ ഗൂഗിൾ മാപ്പ് കണ്ടുവരികയാണെങ്കിൽ മഴ സമയത്ത് മാത്രമേ വരാവൂ. ഗുലേഡഗുഡ വാട്ടർഫാൾസ് ഇത് ബാഗൽകോട്ട് ഡിസ്ട്രിക്റ്റിനടുത്താണ് ഇത് ചെയ്യുന്നത്, ബദാമിക്കടുത്താണ്. ഇതൊരു നദിയാട്ടോ, ചെറിയൊരു നദിയാണ്. ഇതെല്ലാം വറ്റി വരണ്ടിരിക്കുക, നമ്മുടെ ഒരു വലിയ തോട് പോലുള്ള. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം കാണാൻ നമുക്ക്, ഞാനത് കാണിച്ചു തരാം. ഇവിടുന്ന് ഈ തിട്ടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മറയുമ്പോഴായിരിക്കണം ഈ കുട്ടികളും ആൾക്കാരും ടൂറിസ്റ്റുകളും ഇവിടെ നിന്ന് കുളിക്കുന്നത്. താഴെ കുറച്ച് പ്ലെയിൻ ഏരിയയാണ്. ഇത് മൊത്തം കല്ലുകളാണ്, പാറക്കൂട്ടങ്ങളാണ്. പക്ഷേ ഇതിപ്പോൾ സത്യം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിത് അടുത്തെങ്ങാണ്ടാന്ന് വിചാരിച്ച് കയറി വന്നതാണ്. അവർ റോഡ് സൈഡിൽ കണ്ടിട്ട് പിന്നെ നടന്നു പോകാനുള്ള വഴി എന്നാണ് കാണിക്കുന്നത്. ഇപ്പം കുറേ നാൾ കൊണ്ട് ആൾക്കാർ വരാത്തതുകൊണ്ടായിരിക്കും, വഴിയെല്ലാം ബ്ലോക്കായിരുന്നു. കുറേ ഇങ്ങനെ നടന്ന് ഞാൻ പെട്ടുപോയി. മല കയറി പിന്നെ ഒരു വഴി കിട്ടി. പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് നെറ്റുണ്ടായിരുന്നു. ഇടയ്ക്ക് നെറ്റും വന്ന് പോയിരുന്നു. നെറ്റുണ്ടായിരുന്നു, നെറ്റ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ വന്നത്. അറിയില്ല എങ്കിൽ നെറ്റില്ലാതെ ഒരിക്കലും വരരുത്. ഇത് പെട്ടുപോകും കേട്ടോ. നോക്ക്, ഈ ഏരിയ ഫുള്ള് ജംഗിളാണ്. ഫുള്ള് ജംഗിൾ വെച്ചാൽ ഫുള്ള് ജംഗിൾ. ജംഗിളെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ട് ആ മഴകളങ്ങനെ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ആ ഒരു ഫോറസ്റ്റ് അല്ല. ഇവിടുത്തെ ഫോറസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറ്റിക്കാടുകളാണ്. കണ്ടോ, ഇവിടെയൊന്നും ആരുമേ ഇല്ല. ഇതിൻ്റെ മുകൾ ഭാഗം വന്നപ്പോഴാണ് നമ്മളിങ്ങനെയാണ് കണ്ടത്. അത് കാണിച്ചു തരാം. ഗുലേഡഗുഡ വാട്ടർഫാൾസ് കണ്ടോ. ഈ വെള്ളം അവിടുന്ന് നല്ല മഴക്കാലത്ത് നല്ല ഓവർഫ്ലോ ആയിട്ട് വന്നിട്ട് ശക്തിയായി വന്ന് ഇതിങ്ങനെ വന്ന് ഇവിടെ നിന്നൊക്കെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നാണ് താഴോട്ട് മറിയുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ താഴെ നിന്ന് കാണിച്ചത്, മേൾ ഭാഗത്തോട്ട്. മനസ്സിലായി? അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ നല്ല ശക്തമായ വാട്ടർഫാൾസ് ആയിരിക്കും. പക്ഷേ ഇപ്പം ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം പോലും കൊണ്ടുവന്നില്ല. വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ കുടിക്കണമെന്ന് തോന്നിയാൽ ഇവിടെ കുടിക്കാൻ യാതൊരു മാർഗ്ഗങ്ങളുമില്ല. ഫുള്ള് ജംഗിള്, ഫുള്ള് ഫോറസ്റ്റ്. പെട്ടുപോയില്ല, ഒന്നുമില്ല. നമുക്ക് പേടിയൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇങ്ങോട്ട് വരുന്നവർക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ കടന്ന് നടന്നാണ് വരേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊക്കെ 1-2 കർഷകരൊക്കെ കാളയെ കൊണ്ട് നിലം ഉഴുത് അവർ മറിക്കുന്നതൊക്കെ കണ്ടു. അല്ലാതെ അങ്ങ് ആരും കണ്ടില്ല. അങ്ങനെ ലോക്കത്താ ദൂരത്ത് കണ്ടോ, അങ്ങ് ലാസ്റ്റ് മലയും കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങി പോകണം. ഏതാണ്ട് 100 മീറ്റർ എന്നാണ് ഗൂഗിളിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് കയറിയാണ്ട് 1.5 കിലോമീറ്റർ ഞാനിങ്ങനെ കയറിയെന്നാണ് തോന്നുന്നത് മല. ഇതുപോലുള്ള വഴികളാണ്. ഇതിപ്പോൾ ഉച്ച സമയമാണ്. ആരുണ്ട് ഇവിടെ? ആരുമില്ല, ഒരു കുഞ്ഞുങ്ങളുമില്ല. ഗുലേഡഗുഡ വാട്ടർഫാൾസ്, കർണാടകത്തിലെ ഗുലേഡഗുഡ വാട്ടർഫാൾസ് ആണ്. അതുകൊണ്ട് ഇനി വഴി തെറ്റാതിരിക്കണമെങ്കിൽ അത് നമുക്കിന് കുഴപ്പമില്ല. വഴി തെറ്റിയാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചാടും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ മഴ സമയത്തല്ലാതെ ഈ വാട്ടർഫാൾസ് തേടി വരരുത്. ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ. വരുവാണെങ്കിൽ ആരെങ്കിലും കൂട്ടി വരണം. ഓക്കെ, ഇനി ഇതിങ്ങനെയും
ചില സ്ഥലങ്ങളിൽ ഈ വഴി കാണുന്നില്ല, നമ്മൾ പെട്ടുപോയി. ഇതിൻ്റെ മേളിൽ ഒരു ലെവൽ വരുമ്പോഴാണ് ഇതുപോലെ ആരോ നടന്ന ഒരു ഭാഗങ്ങൾ കണ്ടത്, പിന്നെ അത് പിടിച്ച് അപ്പം ഈ നടക്കുന്ന ട്രാക്കുമായിട്ട് നമ്മുടെ ഡയറക്ഷൻ ഒന്ന് ഒത്തു വന്നിട്ടാണ് പിന്നെ ഞാനത് തിരിച്ചു പോകാതെ പിന്നെ ഇത് തന്നെ നടന്നു വന്നത്. ഇതൊരു പകുതിക്ക് വെച്ചാൽ നമുക്ക് കിട്ടത്തുള്ളൂ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. കാരണം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല, വഴിയെല്ലാം കാട് കയറി മൂടിപ്പോയി. ഇവിടെ പാറ ഏരിയ ആയതുകൊണ്ട് ഒക്കെ മൂടിയില്ല. പിന്നെ ആടിനെ മേയ്ക്കുന്നവർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വഴിയിലൊക്കെ ആട്ടുപുഴുക്കളൊക്കെ കിടക്കുന്നുണ്ട്. നേരത്തെ നല്ല രീതിയിൽ ആളുകൾ ഇവർ റീൽസിലും മറ്റുമൊക്കെ പറയുന്ന പോലെ നല്ല രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. അതാണ് ഇത്രയും വേസ്റ്റുകൾ ഇവിടെ കിടക്കുന്നത്, കുറുക്കുറയും ബോട്ടിലും മറ്റ് സാധനങ്ങളെല്ലാം. ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ തടിമാടനെ ഒരു പാമ്പ് പോലെ ഒരെണ്ണം ചാടി. ഞാൻ വിചാരിച്ചു അത് പാമ്പായിരിക്കുന്നു, പേടിച്ചില്ല. പക്ഷേ അത് നല്ല വണ്ണമുള്ള ഒരു ചേരയായിരുന്നു. അപ്പോൾ അങ്ങനെ പാമ്പുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ കണ്ടോ, ഈ സ്ഥലങ്ങളിലൊന്നും ഇനി ആരുമില്ല. ഇത് ഫോറസ്റ്റാണ്, ഫുള്ള് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫോറസ്റ്റുകളൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്തേ. ഇനി താഴെ എത്താൻ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു.